എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മധുരപലഹാരമാണ് ഉണ്ടാക്കുന്നത്. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ആദ്യമേ തന്നെ ഒരു പാൻ വെച്ചു. അതിലേക്ക് 2 അച്ച് ശർക്കര ഇട്ട് കൊടുത്തു. കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. എങ്കിലും ഞാൻ ഇതിലേക്ക് ഇതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് ഉരുക്കി കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് ഇത് അരിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ എടുത്ത പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അതിന് മുൻപായിട്ട് അല്പം നെയ്യ് കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നെയ്യൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. കുറച്ചേ ഉള്ളൂ, ഒരു 1/2 കപ്പോളം കഷ്ടിയേ ഉള്ളൂ. അതൊഴിച്ചു കൊടുത്തു. അതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അത് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. പിന്നെ ഒരു 4 കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതവിടെ മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് എടുക്കുന്നത്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതിനകത്തേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ഇനി വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ചപ്പാത്തി പൂരി മാവ് ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ കുഴച്ച് എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരു പൂരിയുടെയൊക്കെ ഉണ്ടാക്കുന്ന ആ വലിപ്പത്തിൽ പരത്തിയാൽ മതി. ഞാനിവിടെ ഒന്ന് ഷേപ്പ് വരുത്താനായിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് അതൊന്ന് നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് വരുത്തിയെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പൂരിയുടെയൊക്കെ വലിപ്പത്തിലുള്ള ഷേപ്പാണ് വരുത്തുന്നത്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ നമ്മുടെ സമൂസയൊക്കെ ഉണ്ടാക്കണ അതേ ഷേപ്പിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. കണ്ടോ, ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഫില്ലിങ് അതിൻ്റെ നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ വശം മുകളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ അങ്ങനെ തന്നെ ഇരുന്നോളും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദ ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും കറക്റ്റായിട്ട് അതിരുന്നോളും. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മൈദയുടെ പേസ്റ്റൊന്നും ചേർത്തിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞപ്പോൾ മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതും കൂടെ വെച്ചിട്ടാണ് നല്ലതുപോലെ ഷേപ്പ് വരുത്തി എടുത്തത്. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ ഇതേപോലെ ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്.
എല്ലാം തന്നെ സമൂസയുടെ ഷേപ്പിൽ പരത്തി ഫില്ലിങ് വെച്ച് എടുത്തു, ഫോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അത് എണ്ണ ചൂടായി വന്നപ്പോൾ ഇത് ഓരോന്നായിട്ടാണ് ഞാനിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഇത് കോരിയെടുക്കാം. കുറച്ച് സമയം മതി, എണ്ണ കുടിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫുള്ളും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഉള്ളിൽ ഫില്ലിങ് ഇരിക്കുന്നത്. പുറം ഒരു ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ ഫില്ലിങ് അതിനകത്തുണ്ടല്ലോ, മധുരമുള്ള അടിപൊളി ഐറ്റമാണ്.